കർത്താവിൻ്റെ പരിശുദ്ധമാകുന്ന നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിലൂടെ ദൈവജനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എഹെസ്കേലിന്റെ പുസ്തകം 39 അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 39 അധ്യായവും 38 അധ്യായവും ഗോഗിനെ കുറിച്ചുള്ള പ്രവചനമാണ് കാണുവാൻ കഴിയുന്നത്. 39 അധ്യായത്തിൻ്റെ ആരംഭ ഭാഗം 1-2 വാക്യങ്ങൾ 38 അധ്യായത്തിലെ റിപ്പീറ്റേഷനായി ആവർത്തിക്കുന്നതായി കാണുന്നുണ്ട്. ഇതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ 38 അധ്യായത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ്. ഈ ആവർത്തിച്ച് പറയുക എന്നുള്ളത് ആ കാലഘട്ടങ്ങളിൽ എബ്രായ സാഹിത്യത്തിലെ ഒരു പ്രത്യേക വിശേഷതയാണ്. ആവർത്തിച്ച് പറയുമ്പോൾ കുറേ കൂടെ വിശദാംശങ്ങൾ ചേർത്ത് പറയുന്ന ഒരു രീതി എബ്രായ സാഹിത്യ ഭാഷയിലുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് ഗോഗിനെതിരെയുള്ള ഒരു പ്രവചനമാണ്. 38 അധ്യായം അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഗോഗ് കുറിച്ച് പറയുമ്പോൾ മാഗോഗ് എന്ന സ്ഥലം, റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളുടെ എല്ലാം അധിപതിയായിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളാണിതെല്ലാം. എന്നാൽ ഈ ഗോഗ് ആരാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായി പറയുവാൻ യാതൊരു വിധമാകുന്ന തെളിവുകളും അതിൻ്റെ നിലയിലില്ല. 38 അധ്യായവും 39 അധ്യായവും ഒരു കാര്യം മാത്രം പോയിന്റ് ചെയ്യുന്നുണ്ട്: വടക്കു നിന്നെന്ന് പറയുന്നുണ്ട്. 39 അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തെ അവസാന നിന്റെ വടക്കേ അറ്റത്തു നിന്നെ പുറപ്പെടുവിച്ചെന്ന് പറയുന്നുണ്ട്. 38-ലും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഒരു രാജ്യത്ത് നിന്നാണ് ഈ ഗോഗ് വരാൻ സാധ്യതയെന്നാണ് നമുക്ക് പറയാൻ കഴിയും. ഇസ്രായേലിൻ്റെ ശത്രുക്കളുടെ ഒരു ചില പേരുകൾ പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിലുമുണ്ട്. ആ ലിസ്റ്റിൽപ്പെട്ട ഒരു പേരല്ല മാഗോഗോ അല്ലെങ്കിൽ ഗോഗോ, പുതിയൊരു പേരാണ്. അതുകൊണ്ട് പുതിയതായി രൂപം കൊള്ളുന്ന ഒരു ശത്രു, ഒരു എതിർകക്ഷി, ഒരുപക്ഷെ അന്തിക്രിസ്തുവാകാം. ആ അന്തിക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന സഖ്യകക്ഷികൾ നമ്മൾ 38 അധ്യായത്തിൽ വായിച്ചിരുന്നു. ആ സഖ്യകക്ഷികളെല്ലാം ഇസ്രായേലിലെ 4 ഭാഗങ്ങളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവരും എല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരുപക്ഷെ അന്തിക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി വരുന്ന ഒരു ഭാഗമായിരിക്കാം ഇത്. നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്ന 1-2 കാര്യങ്ങൾ. യഹോവയെ ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ വഴി തെറ്റിച്ചു, നിന്നിൽ 6-1 ശേഷിപ്പിച്ചു. അതിന് 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കും, 39:2. ഞാൻ നിന്നെ വഴി തെറ്റിച്ചു എന്ന് വായിക്കുന്നത്. 38 അധ്യായത്തിലും ഈ ഭാഗം പറയുന്നുണ്ട്. നിന്നെ താടിയിൽ ചൂണ്ടലിട്ട് നിന്നെ വലിച്ചു കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ ഗോഗിന്റെ കൂടെയുള്ള സഖ്യകക്ഷികൾക്കും ഇസ്രായേലിനെ ആക്രമിക്കണമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അവരുടെ വളർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ കണ്ടപ്പോൾ
സമാധാനത്തോടെ ഇരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഇതിനെ ഒന്ന് അറ്റാക്ക് ചെയ്യണം, അവർ സമ്പത്തുകൾ കൊള്ളയടിക്കണമെന്നൊരാഗ്രഹം ഗോഗിനും ഗോഗിന് കൂടെയുള്ള സഖ്യകക്ഷികൾക്കും ഉണ്ടായിരുന്നു. മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ അത് മതിലുകളില്ലാത്ത ഒരു ഗ്രാമം പോലെ അവർക്ക് ഫീൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ വലിയ സുരക്ഷിതത്വമൊന്നുമില്ല, വലിയ ഡിഫൻസ് ഒന്നുമില്ല, എപ്പോൾ വേണം ആർക്കും ആക്രമിക്കാമെന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. ആ ചിന്താഗതിയിൽ ഒരുപക്ഷെ അവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ യഹോവയായ ദൈവം ആ പ്ലാൻ്റെ അകത്ത് ഇൻ്റർഫിയർ ചെയ്യുന്നു. അതിനകത്ത് യഹോവയായ ദൈവം ഇടപെട്ടിട്ട് അവൻ്റെ പ്ലാനുകളെ മാറ്റിമറിച്ച് ദൈവം മറ്റൊരു വിധത്തിൽ അവരെ കൊണ്ടുവന്ന് ഇസ്രായേലിൽ കൊണ്ടുവരുന്നതായിട്ടാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിക്കുന്നത്. അവരുണ്ടാക്കിയെടുത്ത പ്ലാനുകൾ, അവരെ പദ്ധതികൾ തെറ്റിച്ചു. അങ്ങനെ അവിടെ വായിക്കുന്നു, നിന്റെ വഴി തെറ്റിച്ചു, എന്നിട്ട് നിന്നെ 6-1 ശേഷിപ്പിച്ചു. അപ്പോൾ അവര് സഖ്യകക്ഷികളെല്ലാം ചേർന്ന് വലിയൊരു ഗ്രൂപ്പായി മാറി. എന്നാൽ ഇവിടെ എപ്പോൾ വന്നപ്പോൾ 6-1 ഗ്രൂപ്പായി മാറി, 1 മാറി. ബാക്കി 6-5 നഷ്ടപ്പെട്ടു പോയി. എന്ന് പറഞ്ഞാൽ അംഗബലം കുറഞ്ഞു. അപ്പോൾ വഴി തെറ്റിച്ചതിനാൽ അവരുടെ അംഗബലം കുറഞ്ഞു. കുറയാനുള്ള കാരണം 38-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം അയക്കുന്ന ചില ബാധകൾ ഉണ്ടായിരുന്നു. ആ ബാധകളിലൂടെ ഈ 6-5% 5 ഗ്രൂപ്പും നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, ഒരു സ്റ്റേജ് മാത്രം. അപ്പം അതേപോലെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്, ഉണ്ടായ ഈ ബാധകളിലൂടെ 6-5 നഷ്ടപ്പെട്ടു, ഇനി 6-1 മാത്രമേ ഉള്ളൂ. അംഗബലം കുറച്ചു. ദൈവം ആ നില ചുറ്റി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ എൻ്റെ അംഗബലം കുറച്ചു. ഇനി മറ്റൊരു കാര്യം, 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ കയ്യിൽ അമ്പും ബില്ലും ഉണ്ട്. ഈ അമ്പും ബില്ലിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, അതിന് 3-ാമത്തെ വാക്യം വായിച്ച്, നിന്റെ ഇടം കൈയിൽ നിന്ന് ഞാൻ നിന്റെ വില്ല് തെറിപ്പിച്ച് വലം കൈയിൽ നിന്ന് നിന്റെ അമ്പ് വീഴിക്കും. ഓക്കെ, അവിടെ വായിക്കുന്നത് നിന്റെ വില്ല് തെറിപ്പിച്ചു, നിന്റെ ഇടം കൈയിലിരിക്കുന്ന വില്ല് തെറിപ്പിച്ചു, വലം കൈയിലുള്ള അമ്പ് നിലത്ത് വീഴിച്ചു. അപ്പോൾ സാധാരണ ഇത് ചെയ്യാൻ വരുന്നവർ വഴിയെ പോയവരോ കഴിവില്ലാത്തവരോ അല്ല, ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യിച്ച ആളുകൾ, യുദ്ധാഭ്യാസികൾ, വില്ലാളി വീരന്മാർ എന്നൊക്കെ വേണേൽ പറയാം. അവർ അമ്പ് എടുത്ത് വില്ലും അമ്പ് ഉപയോഗിച്ച് യുദ്ധം ചെയ്യുവാൻ കഴിവുള്ളവർ, നൈപുണ്യമുള്ളവർ. എന്നവർ യുദ്ധക്കളത്തിലേക്ക് വന്നപ്പോൾ ദൈവം അവൻ്റെ ഇടം കയ്യിലുണ്ടായിരുന്ന വില്ല് തെറിപ്പിച്ചു, അവൻ്റെ വലം കൈയിലെ അമ്പ് നിലത്ത് വീഴിച്ചു. ഇപ്പോൾ ആയുധമില്ലാത്ത ഒരു ശേഷിപ്പായി മാറ്റപ്പെട്ടു. ആകെ 6 ഡിവിഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം കൂടി കുരുക്കി വന്നപ്പോൾ 1 മാത്രമേ ഉള്ളൂ. അതിനെ കൊണ്ട് വന്നപ്പോൾ കാണാം അവരുടെ കയ്യിലെ വില്ലും അമ്പും ഒന്നും എടുക്കാൻ കഴിയാത്ത നിലയിൽ തമ്പുരാൻ അടിച്ചവിട്ടിരിക്കുകയാണ്. നാം ഈ ഭാഗം വായിക്കുമ്പോൾ നാം 1-2 കാര്യങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്ന 1-2 ചിന്തകൾ. ഈ
ഗോഗും സഖ്യകക്ഷികൾ ചേർന്ന് ഒരു വലിയ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ അതിന് സ്ട്രാറ്റജി തയ്യാറാക്കിയിട്ടുണ്ട്, എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന്. അതിൻ്റെ അകത്തേക്കാണ് യഹോവയായ ദൈവം ഇടപെടുന്നു. അവരെ പ്ലാനുകളെ മാറ്റി മറ്റൊരു വിധത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നു. ഇത് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഗോഗിന്റെ സഖ്യകക്ഷിയുടെയും പ്ലാനുകൾക്കും മീതെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അവരുടെ പ്ലാനുകളെക്കാൾ അവരുടെ സ്ട്രാറ്റജിയേക്കാൾ ഒക്കെ നല്ല നിലയിൽ മാസ്റ്റർ പ്ലാൻ ചെയ്യുന്ന, നന്നായി സ്ട്രാറ്റജി തയ്യാറാക്കിയ ഒരു അദൃശ്യ ശക്തി ഇതിന് പിൻപിലുണ്ടെന്ന് നന്നായി മനസ്സിലാക്കാൻ കഴിയും. അതാരാണെന്ന് ചോദിച്ചാൽ ഇസ്രായേലിന് ദൈവമാകുന്ന യഹോവ. ഇസ്രായേലിന് ദൈവമാകുന്ന യഹോവ ഇവിടെ ഒരു മാസ്റ്റർ പ്ലാൻ അതിൻ്റെ പിൻപിലുണ്ട്. ഗോഗും കൂട്ടരും മാസ്റ്റർ പ്ലാൻ ചെയ്ത് അതിന് സ്ട്രാറ്റജികൾ ഉണ്ടാക്കി ഇങ്ങോട്ട് മുൻപോട്ട് വരുമ്പോൾ യഹോവയായ ദൈവം അതിൻ്റെ മീതെ ഒരു മാസ്റ്റർ പ്ലാൻ വെച്ചിട്ട് ദൈവം ആ അംഗബലത്തെ കുറച്ചു. എന്നിട്ട് തുടർന്ന് വന്ന അംഗബലത്തിൻ്റെ കയ്യിൽ നിന്നും അമ്പും വില്ലും ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ അതിനെ ബലഹീനമാക്കി നിലത്തിടുന്നു. ഈ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാം, ദൈവം അവരെ ഇസ്രായേൽ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് വായിക്കുന്നത്. ആ 4-ാമത്തെ വാക്യം വായിച്ച്. നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോട് കൂടെയുള്ള ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും. ഞാൻ നിന്നെ കഴുക് മുതലായ പറവയ്ക്കൊക്കെയും കാട്ടുമൃഗത്തിനും ഇരയായി കൊടുക്കും. അത് 2-ാമത്തെ വാക്യത്തിന്റെ അവസാനമായി, നിന്നെ വടക്കേ അറ്റത്ത് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. നോക്കണം, യഹോവയെ ദൈവത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ അവിടെ കാണുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ട വസ്തുത, ഈ ഗോഗും കൂട്ടരും എത്ര പ്ലാൻ ചെയ്താലും ആ പ്ലാനുകൾക്കൊക്കെ മീതെ നന്നായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ ഒരു ദൈവം, അതിൻ്റെ എല്ലാം മീതെ ഇവരെ കൊണ്ട് തന്നെ യുദ്ധത്തിനിറങ്ങി ഇവരെ ഇടയിൽ ഇടപെട്ട് അവർ സ്ട്രാറ്റജി മാറ്റിപ്പിടിപ്പിച്ച ദൈവം, ആ ദൈവത്തിൻ്റെ പരമാധികാരത്തെയാണ് നമുക്ക് ഈ ഭാഗത്ത് വ്യക്തമായി കാണാൻ കഴിയുന്നത്. നാം പലപ്പോഴും ശത്രുവിനെ നമ്മൾ വലുതായി കാണാറുണ്ട്. അത് ഞാനും പലപ്പോഴും ഈ പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. കാരണം നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടേതായിരിക്കുന്ന വചന പ്രസംഗത്തിലും പല ശുശ്രൂഷകളിലും നാം കേൾക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. ആ പദപ്രയോഗങ്ങളെല്ലാം പിശാചിനെ, സാത്താന്റെ പദ്ധതികളെ വലുതായി കാണിക്കുന്നതാണ്. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് കിടപ്പുണ്ട്. കോൺഷ്യസ് മൈൻഡിലും ഉപബോധ മനസ്സിലൊക്കെ അത് കിടപ്പുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ വചനം കേട്ട് ഉറയ്ക്കാമെന്ന് ചിന്തിച്ചാലും ഈ ഉപബോധ മനസ്സിൽ ഇത് കിടക്കുന്നത് കൊണ്ട് മറ്റേത് കൂടെ കൂടെ കയറി വന്നിട്ട് പറയും, അത് വലിയ സൈന്യമാ, നമ്മൾ എങ്ങനെ അതിനെ നേരിടും എന്നൊരു ചിന്താഗതി നമ്മുടെ ഹൃദയത്തിനകത്ത് കൊണ്ടുവന്ന് നമ്മളെ ബലഹീനപ്പെടുത്താറുണ്ട് പലപ്പോഴും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നാം ഓർത്തിരിക്കേണ്ട വസ്തുത, ശത്രുവിനെ ഒരിക്കലും വലുതായി കാണരുത്. 4 പാടും ശത്രുക്കളാണെങ്കിലും, നീ അതിന് നടുവിൽ ഒറ്റയ്ക്കാണെങ്കിലും, അവർ ഒന്നടങ്കം കടിച്ചു കീറുവാൻ അടുത്തു വന്നാലും, വലിയ അംഗബലം നിനക്കില്ലെങ്കിലും,
ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, തമ്പുരാന്റെ മാസ്റ്റർ പ്ലാന്റെ മുൻപിൽ മുട്ടുകുത്താത്ത ഒരു സൈന്യവും ലോകത്തിലില്ല. തമ്പുരാന്റെ പരമാധികാരത്തിന്റെ മുൻപിൽ, ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിലൂടെ മാത്രമേ ഏതു കാര്യവും ഈ ലോകത്തിൽ നടക്കത്തുള്ളൂ. നിന്റെ ജീവിതത്തിലായാലും എൻ്റെ ജീവിതത്തിലായാലും നമ്മുടെ ഏത് വിഷയമായാലും കൊള്ളാം, ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിലൂടെ മാത്രമേ അത് നടക്കത്തുള്ളൂ. മറ്റൊരു പിശാചിൻ്റെതോ സാത്താൻ്റെതായിരിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാനിലൂടെയും ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിനൊരു മാസ്റ്റർ പ്ലാൻ നമ്മുടെ മേലും നമ്മുടെ തലമുറയുടെ മേലുമുണ്ട്. നമ്മൾ നന്നായി അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ബോധ മനസ്സിൽ ശത്രുവിനെ വലുതായി കാണുന്ന വല്ല ആശയങ്ങളും വരുമ്പോൾ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം, എൻ്റെ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ മാത്രമേ ഈ ലോകത്തിൽ നടക്കത്തുള്ളൂ, നമ്മളിൽ നടക്കത്തുള്ളൂ എന്ന് നാം നന്നായി ഉറച്ചു വിശ്വസിക്കാം. ഇവിടെ ദൈവം അവനെ വഴിതെറ്റിച്ചു. അവരെ അങ്ങനെ പറഞ്ഞതുപോലെ ഇസ്രായേൽ പർവ്വതങ്ങളിൽ അവരെ നയിച്ചു. ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴുമെന്ന് അവിടെ പറയുന്നത്. ഇവിടെ പർവ്വതങ്ങൾ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇസ്രായേൽ ദേശം എന്ന അർത്ഥമാണ്. ഗോഗും തൻ്റെ സഖ്യകക്ഷികളും ഈ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വരുന്നു. അംഗബലം കുറഞ്ഞു, കയ്യിൽ ആയുധമെടുക്കാൻ കഴിയാത്ത നിലയിൽ അവർ പരാജയപ്പെടുന്നതായി കാണുന്നു. പരാജയപ്പെട്ട് കഴിയുമ്പോൾ, ആയുധമെടുക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ, ആ രാജ്യത്ത് ഇസ്രായേൽ ദേശത്ത് അംഗങ്ങൾ കുറവാണെങ്കിലും അവർ യുദ്ധം ചെയ്യും. അങ്ങനെ ഗോഗിന്റെ കൂട്ടർ അവിടെ മരിച്ചു വീഴുന്നതായി കാണുന്നുണ്ട്. ഇനി നമുക്ക് 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഞാൻ നിന്നെ എല്ലാത്തര പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ആഹാരമായി കൊടുക്കും. ഗോഗുവിനോട് പറയുന്നതാണ്, ഗോഗിനെ കുറിച്ച് പറയുന്നതാണ്. ഗോഗു അവന്റെ സൈന്യവും വഴിതെറ്റി യെരുശലേമിന് ഇസ്രായേൽ ദേശത്ത് വന്നു. ആയുധം നഷ്ടപ്പെട്ടു, യുദ്ധത്തിൽ പരാജയപ്പെടുന്നു. അവിടെ വെച്ച് ചത്തു വീഴുന്നു, മരിച്ചു വീഴുന്നു. മരിച്ചു വീണ് കഴിയുമ്പോൾ ശവശരീരങ്ങൾ ചിതറിക്കിടക്കുകയാണ്. ഈ ചിതറിക്കിടക്കുന്നതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ട വസ്തുത, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം, ശവശരീരങ്ങൾ മറവ് ചെയ്യാതെ അവിടങ്ങളിൽ പുറംപറമ്പിൽ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വേണ്ടി ഇട്ടുകൊടുക്കുകയാണെങ്കിൽ അർത്ഥം ആ വ്യക്തിയെ അപമാനിക്കുകയാണ്. ആ വ്യക്തിയെ ഹോണർ ചെയ്യുകയാണെങ്കിൽ, ബഹുമാനിക്കുകയാണെങ്കിൽ ആ ശവശരീരം മറവ് ചെയ്യും. മറവ് ചെയ്യാതെ വെളിയിൽ ഇങ്ങനെ ഇട്ടേക്കുവാണെങ്കിൽ അവരെ ബഹുമാനിക്കുന്നില്ല, അവരെ അപമാനിക്കുകയാണ് എന്നതാണ് അത് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ മരിച്ചു വീണ് കിടക്കുമ്പോൾ വാസ്തവത്തിൽ ഗോഗും കൂട്ടരും അപമാനിക്കപ്പെടുകയാണ്. അവർ മലകളിലും വയലുകളിലും എല്ലാം എടുത്ത് കിടക്കുകയാണ്. നമുക്കറിയാം, ദാവീദും ഗോലിയാത്തുമായിട്ടുള്ള ആ ഏറ്റുമുട്ടലിനെ ദാവീദും പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഇന്ന് കൊല്ലും, നിന്റെ തല ഞാൻ എടുക്കും, എന്നിട്ട് നിന്റെ ശരീരം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഭക്ഷിപ്പാൻ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. നിന്ദിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കത്, അപമാനിച്ചുകൊണ്ട് പറയുന്ന വാക്ക, അപമാനപ്പെടുത്തി പറയുന്ന. അപ്പൊ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു രീതിയാണത്. ഒരു വ്യക്തി അവമാനിക്കണമെങ്കിൽ ആ വ്യക്തി മരിക്കുമ്പോൾ അവന്റെ ശരീരം വലിച്ചെറിയുക,
കാട്ടിലെ മൃഗങ്ങളുടെ മുൻപിലും പക്ഷികളുടെ മുൻപിലും. ആ ഭാഗം നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച്, 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നീ വെളിമ്പ്രദേശത്ത് വീഴും, ഞാനല്ലോ അത് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. മാഗോഗിലും തീരപ്രദേശങ്ങളിൽ നിർഭയം വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ തീ അയക്കും. ഞാൻ യഹോവ എന്നവർ അറിയും. ഇങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധ നാമം എൻ്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ വെളിപ്പെടുത്തും. ഇനി എൻ്റെ വിശുദ്ധ നാമം അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കയില്ല. ഞാൻ ഇസ്രായേലിൽ പരിശുദ്ധനായ യഹോവയാകുന്നു എന്ന് ജാതികൾ അറിയും. 8 വേണോ പാസ്റ്ററെ? 8ാമത്തെ വാക്യം വരെ. ഇതാ അത് വരുന്നു, അത് സംഭവിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം. ഇവിടെ 5ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. വെളിമ്പ്രദേശത്ത് വീണും മരിക്കും. 6ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അടുത്തൊരു ലെവലിലേക്ക് മാറുകയാണ്. ഞാൻ മാഗോഗിൽ തീ അയക്കും. യുദ്ധത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ ഗോഗിലിന്റെ ആളുകൾ, കുറെ ആളുകൾ മാഗോഗ് ദേശത്ത് താമസിക്കുന്നുണ്ട്. ദൈവം ആ ദേശത്തേക്ക് തീ അയക്കുമെന്ന് ഉറപ്പായി പറയുകയാണ്. ഗോഗും കൂട്ടരും ഇസ്രായേലോട് യുദ്ധം ചെയ്ത് അവരെ തീയിട്ട് നശിപ്പിക്കുവാൻ വേണ്ടി രംഗത്തിറങ്ങി വരുമ്പോൾ യഹോവയായ ദൈവം ഇതിനകത്ത് കിടന്ന് ഒറ്റ ഒരെണ്ണം തിരിച്ചു പോകാതെ അവിടെ തന്നെ മരിച്ചു വീഴുന്നു. കൂടാതെ നിർഭയമായി മാഗോഗ് ദേശത്ത് ജീവിക്കുന്നവരുടെ മേൽ ദൈവത്തിന് തീ ദൈവം അയക്കുകയാണ്. നാം ഒരു കാര്യം 38ാം അധ്യായത്തിൽ കണ്ടായിരുന്നു. ഗോഗ് പറയുന്നൊരു കാര്യമുണ്ട്, അവരെല്ലാം നിർഭയമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സമാധാനത്തോടെ ആയിരിക്കുന്നു. അതുകൊണ്ട് ഇറങ്ങിച്ചെന്ന് യുദ്ധം ചെയ്യണം എന്ന് പറയാൻ സമാധാനം ഇല്ലാതാക്കണം. അപ്പൊ ഇവിടെ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതാ. പക്ഷെ ഇവിടെ വന്നപ്പോൾ, ഇവനിവിടെ യുദ്ധത്തിന് വരുമ്പോൾ ഇവന്റെ രാജ്യത്തിലെ ജനങ്ങൾ നിർഭയമായിരിക്കുകയാണ്. ഇവൻ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ യഹോവയായ ദൈവം ഇടപെട്ടിട്ട് ആ ദേശത്ത് ദൈവം തീ അയക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിലേക്ക് ഗോഗ് മുഖേന യുദ്ധം ഒരുങ്ങി വരുമ്പോൾ അവന്റെ രാജ്യത്തിലേക്ക് യഹോവയായ ദൈവം നിമിത്തം ഒരു യുദ്ധം അവിടേക്ക് ചെല്ലുകയാണ്. അവൻ ഇസ്രായേലിലേക്ക് യുദ്ധം ഗോഗ് കൊണ്ടുവരുമ്പോൾ ഗോഗിന്റെ ദേശത്തേക്ക് ദൈവത്തിന്റെ യുദ്ധം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ വായിക്കുന്നു, തീരപ്രദേശങ്ങളിൽ സുരക്ഷിതരായിരിക്കുന്നവർ എന്ന് പറയുന്നുണ്ട്. തീരപ്രദേശങ്ങളിൽ സുരക്ഷിതരായിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ മാഗോഗിൽ വന്ന അതേ തീ തീരപ്രദേശങ്ങളിലേക്ക് നേരെ വരും. ഈ പദപ്രയോഗം ഒരു പ്രത്യേക സ്ഥലത്തെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് നന്നായി കാണുവാൻ കഴിയുന്ന ഒരു ദൂരമുണ്ട്. ആ ദൂരത്തിനപ്പുറമുള്ള സ്ഥലങ്ങൾ നമുക്ക് തെളിവായി കാണുവാൻ കഴിയത്തില്ല. അപ്പൊ ഇവിടെ അത് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ എത്ര ദൂരം കാണത്തിൽ അത് കാണാൻ കഴിയുമോ അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് തീ വ്യാപിക്കും, അവിടെയുള്ള ദ്വീപുകളിലേക്ക് തീ വ്യാപിക്കും എന്നാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന
ആ പ്രദേശം മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തായി കാണുവാൻ കഴിയാത്ത മേഖലകളിലേക്കും തീ പോയി അവിടെ ദഹിപ്പിക്കുമെന്നാണ് ആ പദപ്രയോഗങ്ങൾ അർത്ഥമാക്കുന്നത്. ഇനിയും 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ആ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഇങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധ നാമം എൻ്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ വെളിപ്പെടുത്തും. ഇനി എൻ്റെ വിശുദ്ധ നാമം അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കയില്ല. ഞാൻ ഇസ്രായേലിൽ പരിശുദ്ധനായ യഹോവയാകുന്നുവെന്ന് ജാതികൾ അറിയും. ഓക്കെ, അങ്ങനെ എൻ്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ ഞാൻ ഒരു വിശുദ്ധ നാമം വെളിപ്പെടുത്തും. ഗോഗിന്റെയും അവന് സഖ്യകക്ഷികളുടെയും മേലുള്ള ഒരു അത്ഭുതകരമാകുന്ന വിജയം ദൈവം ചെയ്തിരിക്കുകയാണ്. ആ നിലയിലേക്ക് ദൈവം ഇടപെട്ടു. ഒരു നല്ല വിജയം ഇസ്രായേലിന്റെ ബന്ധം ലഭിച്ചു. ഇനിയും ഗോഗ് ചിന്തിച്ചത് വേണ്ട വിധത്തിൽ മതിലുകളില്ലാത്ത ഗ്രാമം പോലെ ഇരിക്കുന്ന ഗോഗ് ചിന്തിച്ച്, യഹോവയായ ദൈവം തൻ്റെ രാജ്യത്ത് തൻ്റെ ജനം വസിക്കുന്ന ആ ദേശത്തിന് ചുറ്റും നല്ല അത്ഭുതകരമാകുന്ന ഒരു പ്രതിരോധം സൃഷ്ടിച്ചു. അപ്പോൾ അത്ഭുതകരമായി തൻ്റെ ജനത്തിന് ജയം ലഭിച്ചു. തൻ്റെ ജനത്തിന് ചുറ്റും, ദേശത്തിന് ചുറ്റും ദൈവം ഒരു പ്രതിരോധം സൃഷ്ടിച്ചു. നമ്മൾ സക്കറിയാ പുസ്തകം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ അവർക്ക് ചുറ്റും ഒരു മതിലായിരിക്കുമെന്ന് പറയുന്നുണ്ട്. തീ മതിലായിരിക്കുമെന്ന്. അങ്ങനെ തീ മതിൽ കൊണ്ട് ദൈവം സൃഷ്ടിച്ച് അങ്ങൊരു പ്രതിരോധം ഉണ്ടാക്കി തൻ്റെ ജനത്തെ ദൈവം കേടുകൂടാതെ നിലനിർത്തിയൊരു കാരണമുണ്ട്. നഷ്ടപ്പെട്ടു പോയ ബന്ധത്തിലേക്ക് ഇവരെ ദൈവത്തിന് കൊണ്ടുവരണം. ഇവരുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ വിശുദ്ധിയിലേക്ക് ഇവരെ കൊണ്ടുവരണം. ആ ഒരു ഉടമ്പടിയിലേക്ക് ഇവരെ കൊണ്ടുവരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ നാമം വിശുദ്ധ നാമം എന്നെടുത്തു പറയുന്നു. എൻ്റെ വിശുദ്ധ നാമം ഇനി അശുദ്ധമാകാൻ അവരെ അനുവദിക്കുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി യഹോവയായ ദൈവം ഇവർക്ക് തക്കയോഗ്യമാകുന്ന സുരക്ഷിതത്വവും തക്കയോഗ്യമാകുന്ന സമൃദ്ധിയും തക്കയോഗ്യമാകുന്ന സുരക്ഷിതത്വം ഒക്കെ നൽകി ആ പഴയ ബന്ധത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിന് പ്രത്യേക താല്പര്യമാണ്. പുനഃസ്ഥാപിക്കപ്പെടുക എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ യുദ്ധത്തിന്റെ അവസാനമാകുമ്പോഴേക്കും ഇസ്രായേൽ ദൈവവുമായി ഒരു പുനഃസ്ഥാപിത ബന്ധത്തിലേക്ക് വരും എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഗോഗ് യുദ്ധത്തിന്റെ അവസാനം ഇസ്രായേൽ ജനവും ദൈവവും തമ്മിൽ ഒരു അഭേദ്യമാകുന്ന ബന്ധത്തിലേക്ക് എത്തിച്ചേരുമെന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 7-ാം വാക്യത്തിൽ അപ്പോൾ ഞാൻ യഹോവയാണെന്ന് ജനങ്ങൾ അറിയും. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ചുറ്റുമുള്ള രാജ്യങ്ങൾ, ജാതികൾ അവരിത് കാണുന്നുണ്ട്. അവരിത് മനസ്സിലാക്കിയിട്ട് ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കുന്നു. യഹോവയായ ദൈവം ആരാണെന്ന് ജനങ്ങൾ അറിയും. ഇസ്രായേലിന് മാത്രമല്ല, ഈ സംഭവങ്ങൾ കാണുന്ന മുഴുവൻ ലോകവും ഇടത്തിന് മുൻപിൽ തന്നെത്താൻ യഹോവ വെളിപ്പെടുത്തുന്നു.
ഞാൻ യഹോവയായ ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നു. ഇസ്രായേലിനെ സംരക്ഷിച്ചും ഗോഗിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവം തന്റെ മഹത്വം ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുന്നു. ഇസ്രായേലിലൂടെ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ട വസ്തുത, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ പ്രതിസന്ധികളും ഭാരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമുക്ക് താങ്ങുവാൻ കഴിയത്തില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് മാസ്റ്റർ പ്ലാൻ അതിന് മീതെ ഉണ്ടെന്നും ദൈവം അതിലൂടെ ആഗ്രഹിക്കുന്നൊരു കാര്യം, ദൈവത്തിന്റെ നാമം അതിലൂടെ മഹത്വപ്പെടണം. ദൈവത്തിന്റെ നാമം നമ്മോട് ചേർന്ന് നിൽക്കുന്നവരും യഹോവയായ ദൈവത്തിന്റെ നാമത്തെ കുറിച്ച് അറിയണം. ദൈവത്തിന്റെ നാമം അവിടെ മഹത്വപ്പെടണം. അതിനുവേണ്ടി മാത്രമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമാകുന്ന അനുഭവങ്ങൾ. 8ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, തീർച്ചയായും അത് വരും, അത് സംഭവിക്കും. ദൈവം എഗസ്കേലിലൂടെ അരുളി ചെയ്ത പ്രവചനം വളരെ ഗൗരവമായി സ്ഥിരീകരിച്ചു പറയുകയാണ്, ഉറപ്പിച്ചു പറയുകയാണ്. ഗോഗിനെതിരെയുള്ള മഹത്തായ വിജയം ദൈവം മുൻപ് പറഞ്ഞിട്ടുണ്ട്. എഗസ്കേലിന്റെ പ്രവചനം 38-ാം അധ്യായത്തിന് 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എഗസ്കേൽ 38-ന്റെ 17-ാമത്തെ വാക്യം. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തുമെന്ന് പണ്ടത്തെ കാലത്ത് അനേകം സംവത്സരങ്ങളായി പ്രവചിച്ചു പോന്ന അവരുടെ പ്രവാചകന്മാരായ എന്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ അന്ന് അരുളി ചെയ്തത് നിന്നെ കുറിച്ചല്ലയോ. നോക്കണം, നമ്മളെ ഭാഗം പഠിച്ചു കണ്ടതാണ്. പഴയ നിയമത്തിലെ പല പ്രവാചകന്മാരും ഗോഗിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും വടക്കു നിന്ന് നിനക്കൊരു അനർത്ഥം വരും, വടക്കു നിന്ന് ആക്രമിക്കുവാൻ വരും എന്ന് യോവേൽ പ്രവചനത്തിലും സെഖര്യാവിന്റെ പുസ്തകത്തിലും മറ്റു യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ യെരെമ്യാവിന്റെ പുസ്തകത്തിലും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് നമ്മൾ അദ്ദേഹത്തെ കണ്ടതാണ്. അപ്പൊ മുൻകാലങ്ങളിൽ യെഹെസ്കേലിലൂടെ പറയുന്ന മുൻപ് തന്നെ യഹോവയായ ദൈവം ഇങ്ങനൊരു ഗോഗിനെ കുറിച്ച് പ്രവചിച്ചിരുന്നു, അത് നിന്നെ കുറിച്ചല്ലയോ അത് പറഞ്ഞതെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇതുവരെ നിവർത്തിക്കപ്പെടാത്ത ഒരു പ്രവചനമാണിത്. ഈ പ്രവചനം നിവർത്തിക്കപ്പെടും. ഇത് സമയം നമുക്ക് വേണ്ടവത്ത് അറിയത്തില്ല. എന്നാൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരുപക്ഷെ മഹാപീഠ കാലഘട്ടത്തിന്റെ അവസാന സമയത്ത് ആയിരിക്കാം ഈ യുദ്ധം നടക്കുന്നതെന്ന് നമുക്കിത് പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ഈ ഗോഗിന് മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയാണ് നമ്മളിവിടെ കാണുവാൻ കഴിയുന്നത്. സമാധാനത്തോട് ജീവിച്ച തൻ്റെ ജനത്തിന് സമാധാനമില്ലാതാക്കുവാൻ, തൻ്റെ ജനത്തിന് നന്മയെ മുടിക്കുവാൻ, തൻ്റെ ജനത്തിൻ്റെ എല്ലാ നന്മകളെ തട്ടിപ്പറിക്കെടുക്കുവാൻ ഇറങ്ങിത്തിരിച്ച ഗോഗിന്റെ ജീവിതത്തിൽ ഒരു വലിയ പരാജയത്തിന്റെ നിമിഷങ്ങളാക്കി മാറ്റി തൻ്റെ ജനത്തെ സുരക്ഷിതമാക്കി തൻ്റെ ജനത്തിന് വേണ്ടി ഒരു മതിൽ സൃഷ്ടിച്ചു. അതിൽ തൻ്റെ ജനത്തെ സംരക്ഷിച്ചതായി കാണുവാൻ കഴിയുന്നുണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമുക്കിനിയും 9-10 വാക്യങ്ങൾ വായിച്ച് ഈ രാത്രി നമ്മുടെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. 9-10 വാക്യം വായിച്ച്. ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പരിച, പലക, വില്ല്, അമ്പ്, കുറുവടി, കുന്തം മുതലായ ആയുധങ്ങളെ എടുത്ത് തീ കത്തിക്കും. അവർ അവയെ കൊണ്ട്
7 സംവത്സരം തീ കത്തിക്കും. പറമ്പിൽ നിന്ന് വിറക് പെറുക്കുകയോ കാട്ടിൽ നിന്നും ഒന്നും വെട്ടുകയോ ചെയ്യാതെ ആയുധങ്ങളെ തന്നെ അവർ കത്തിക്കും. തങ്ങളെ കൊള്ളയിടുന്നവരെ അവർ കൊള്ളയിടുകയും തങ്ങളെ കവർച്ച ചെയ്യുന്നവരെ കവർച്ച ചെയ്യുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഓക്കെ. ഇസ്രായേൽ പട്ടണങ്ങളിൽ താമസിക്കുന്നവർ പതുക്കെ വീട് വെളിയിറങ്ങുന്നു. അവർ പതുക്കെ നോക്കി നോക്കി ചെല്ലുമ്പോൾ ഗോഗിന്റെ സൈന്യം ഉപയോഗിച്ച യുദ്ധ ഉപകരണങ്ങൾ അവിടെ കാണുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ യുദ്ധ ഉപകരണങ്ങളാണ്. പരിച, പലക, വില്ല്, അമ്പ്, കുറുവടി, കുന്തം, ഇതങ്ങനെ കിടപ്പുണ്ട്. അവരെന്ത് ചെയ്തു? ഇത് പിറക്കുവാൻ തുടങ്ങി. അത് പിറക്കി ശേഖരിച്ചു. അത് അവരുടെ ഒരു വിറകായി ഉപയോഗിക്കാൻ തുടങ്ങി. അവിടെ വായിക്കുന്ന 7 വർഷം ഇസ്രായേൽ ജനം ഈ പിറക്കിയെടുത്ത യുദ്ധ ഉപകരണങ്ങൾ തങ്ങൾ ഇന്ധനമായി ഉപയോഗിച്ചു. 7 വർഷം. അവിടെ നോക്കണം, എത്ര ലോഡ് സാധനമായിരിക്കും അത്. ഇസ്രായേൽ ജനം തങ്ങളുടെ ഭവനങ്ങളിൽ കുക്ക് ചെയ്യുവാൻ വേണ്ടി അതിനുള്ള ഇന്ധനമായി ഈ യുദ്ധ സാമഗ്രികൾ പിറക്കിയെടുത്ത് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ 7 വർഷം അത് എത്ര ലോഡ് അപ്പോൾ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കണം, ഗോഗിന്റെ സൈന്യം വന്നത് വെറും കൈ വീശി വന്നതല്ല, എല്ലാ യുദ്ധ ഉപകരണങ്ങളോടും കൂടെ വന്നതാ. അവിടെ വായിക്കുന്നത് 7 വർഷം ഇവരെ പിറകു പറക്കുകയോ കാട്ടിൽ പോയി മരം മുറിക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് കിട്ടിയ ഈ യുദ്ധ ഉപകരണങ്ങൾ കൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ ഇന്ധനത്തിന് ഉപയോഗിച്ചു, ഇന്ധനമായി ഉപയോഗിച്ചു. നോക്കുമ്പോൾ ഇസ്രായേലിന് ഈ അംഗബലമോ ഈ യുദ്ധ ഉപകരണങ്ങളൊന്നും അവർക്കില്ല. 7 വർഷമൊക്കെ ഇത്രയും ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉണ്ടെങ്കിൽ അത് എത്രമാത്രം വലിയതായിരിക്കും ഉണ്ടാക്കിക്കൊണ്ടുവന്ന യുദ്ധ ഉപകരണം. നോക്കണം, 7 വർഷത്തേക്ക് ഗോഗോ അവന് സഖ്യകക്ഷികളും യുദ്ധക്കാലത്തിൽ ഉപേക്ഷിച്ചു പോയ സൈനിക ഉപകരണ ശേഖരത്തെ കുറിച്ച് പറയുന്നുണ്ട്. തങ്ങളെ കൊള്ളയടിക്കുന്നവരെ അവർ കൊള്ളയടിക്കും. നോക്കണം, അത്രയും വലിയ യുദ്ധസന്നാഹമായി വന്ന ഗോഗ് ദൈവത്തിന് മുമ്പാകെ ഒന്നുമില്ലാത്തതായി മാറ്റപ്പെട്ടു. അവിടെ വായിക്ക, തങ്ങളെ കൊള്ളയടിക്കുന്നവരെ അവർ കൊള്ളയടിക്കും. ഇസ്രായേലിനെ കൊള്ളയടിക്കാൻ വന്ന ഗോഗിനെയും സഖ്യകക്ഷികളെയും തിരികെ ഇസ്രായേൽ ജനം കൊള്ളയടിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ ചിന്ത അവസാനിപ്പിക്കുമ്പോൾ പ്രാരംഭത്തിൽ പറഞ്ഞ ഒരു വാക്കുകൂടെ പറഞ്ഞ് നിർത്തട്ടെ. ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാന്റെ മുൻപിൽ മുട്ടുമടക്കാത്ത ഒന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാന്റെ കീഴിലാണ്. ആരെല്ലാം എത്രയെല്ലാം വാരിക്കൂട്ടി പേടിപ്പിക്കാൻ വന്നാലും നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ബലിക്കയില്ല, അതിൻ്റെ അരികിലോളം എത്തുകയില്ല എന്നുള്ള വചനം ഇതിനകത്ത് ഒരിക്കൽ കൂടി ഓർപ്പിച്ച് ഞാൻ ഉണർത്തുകയാണ്. അതിന് ഗോഗും കൂട്ടരും എത്രയെല്ലാം യുദ്ധോപകരണങ്ങൾ വാരിക്കൂട്ടിക്കൊണ്ട് വന്നാലും അത് കൈ കൊണ്ടെടുക്കാൻ കഴിയാത്ത നിലയിൽ കൈ ബലഹീനമാക്കി കഴിഞ്ഞു. ഇസ്രായേൽ ജനത്തിന് അതെല്ലാം 7 വർഷത്തേക്ക് ഇന്ധനമായി ഉപയോഗിക്കത്തക്ക നിലയിലേക്ക് അത് മാറ്റപ്പെട്ടു. അവരെ കൊള്ളയടിക്കാൻ വന്നവരെ ഇവർ തിരികെ കൊള്ളയടിച്ചതായി കാണുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഇത്ര ശ്രേഷ്ഠമേറിയൊരു ദൈവമാണ് നമ്മുടെ ദൈവം.
നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ശത്രുവിനെ വലുതായി കാണരുത്. ശത്രുവിന്റെ വെല്ലുവിളികളെയും അവൻ്റെതായിരിക്കുന്ന ഉപകരണങ്ങളെയും സന്നാഹങ്ങളെയും കണ്ട് നമ്മൾ ഒട്ടും ഭയപ്പെടല്ലേ. നമുക്കൊരു ദൈവമുണ്ട്. നമ്മുടെ കർത്താവ് മാസ്റ്റർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവൻ്റെ പദ്ധതി അവൻ അതിൽ കൊണ്ടെത്തിക്കും. ആകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. ആ ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങിയ ആയുധമായി ആ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ദൈവം കൃപ നൽകി നമുക്കതിൽ ഉറച്ചു നിൽക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.